എട്ടാം അതിശയം അതിശയം നല്ല കുട്ടിയായിട്ട് ഇരിക്കണം കേട്ടോ. Whatever happens, the life has to move on. The പാവം of Trivandrum. കൊള്ളാം. என்ன பண்ற കൂട്ടുകാരെ? കാലേ വണക്കം കൂട്ടുകാരെ. ഇന്നലെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, നല്ല ഓട്ടത്തിലായിരുന്നു. എത്തിയപ്പോഴും നല്ല രീതിക്ക് ലേറ്റായിപ്പോയി. എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ ക്ലാസ്? എന്ത് ക്ലാസ് എന്ന് പറയണ്ട. എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ്? അടിപൊളി ക്ലാസ് ആയിരുന്നു. കുറെ കാര്യങ്ങൾ പഠിച്ചു, കുറെ കാര്യങ്ങൾ മനസ്സിലായി. ഇന്നും ഉണ്ട് ക്ലാസ്. അതോടെ കഴിയുമ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു തീരുമാനമാവില്ലേ? തീരുമാനമാവില്ല. എന്തിനെ കുറിച്ചാണ്? കൊള്ളാം. പൈസ പോയോ കിട്ടിയോ എന്നുള്ളതിനെ പറ്റി. പക്ഷെ ഇന്നലെ പകുതി പൈസ കിട്ടുന്ന പകുതിയില്ല, ഇന്നലെ പൈസ കിട്ടുന്ന കാര്യത്തിൽ തീരുമാനമുണ്ട്. പക്ഷെ അതല്ല, ഇന്നും ബാക്കി കൂടെ പഠിക്കുമ്പോൾ കുറച്ചുകൂടെ ഐഡിയ കിട്ടുമല്ലോ. ചോദിച്ചവരത് കുറെയൊക്കെ ചോദിച്ചു, എഴുതി തന്നല്ല, ലൈക്ക് അവർ പറഞ്ഞു. കാപ്പി കാപ്പി പാല് തീർക്കാൻ വേണ്ടി കാപ്പി അല്ല കാപ്പി. പാല് നമ്മൾ ഫുൾ ഓട്ടം ആവുമ്പോഴത്തേനും ചില സമയം രാവിലെ വൈകുന്നേരം ഒന്നും വീട്ടിൽ നിന്ന് ചായ കാപ്പിയൊന്നും വേണ്ട. അപ്പം അതുകൊണ്ട് ഈ കண்களும் பார்க்கும்போது கொஞ்சம் நிறைய தூக்கம் பெண்டிங்கில் இருக்கிறது. என்ன பண்ணுறது, എനിക്കല്ലേ പറ്റൂ. ക്ലാസ്സിന് പോകണം. ഇനി അടുത്ത് ഇന്നും ക്ലാസ് ഉള്ളത് കൊണ്ട് അവിടെയും പോകണം അല്ലേ? രാവിലെ ക്ലാസ്സിന് പോകണം, അതിന് മുമ്പ് പ്രാക്ടീസ് ചെയ്യണം. നേരത്തെ എത്തിയാലേ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വീട്ടിലെ കുറച്ച് ജോലിയുണ്ട്, അത് ചെയ്യണം ഇന്നെങ്കിലും. ഡെഫിനറ്റ്ലി. വേറെ ആരില്ലല്ലോ, നമ്മളല്ലേ എല്ലാം ചെയ്യേണ്ടത്. ആരില്ലല്ലോ, വേറെ ആരും ഇല്ലല്ലോ ചെയ്യാൻ. ഇന്നലെ എങ്ങനെയെങ്കിലൊക്കെ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു, പക്ഷേ നല്ലൊരു ലേറ്റായിപ്പോയി. എത്തിയപ്പോൾ തന്നെ എത്ര ഒരു 11:45 ആയിക്കാണും. 00 ആയി. സൂപ്പർ. അപ്പോൾ ക്ലാസ്സിന് പോയിട്ട് വരാം കൂട്ടുകാരെ. ഉറക്കം ബാക്കിയുണ്ടെങ്കിലും whatever happens, the life has to move on. என்ன பண்ற കൂട്ടുകാരെ? തുണി വിൽക്കുന്ന കൂട്ടുകാരെ. എട്ടാം അതിശയം അതിശയം. അപ്പൊ 9ാം അതിശയം എന്ന് പറയട്ടെ. കൊള്ളാല്ലേ? Okay, the comedy of the day has been declared. Yes, the award goes to Gayatri Pillai, the Pavam of Trivandrum. കൊള്ളാം. കൊള്ളാല്ലേ? നമ്മളിങ്ങനെ എന്താ പറയുക, കിളിപ്പോയിരിക്കുകയാണ്. ഉറക്കം ശരിയായില്ല. പിന്നെ പാത്രം കഴുകി കൂട്ടുകാരി. ആൻഡ് നമ്മളെല്ലാം നനച്ച് വാഷിംഗ് മെഷീൻ ഉള്ളതുകൊണ്ട് അതെങ്കിലും ഇച്ചിരിയെങ്കിലും രക്ഷപ്പെട്ടു. ഡിഷ് വാഷറല്ലേ? ഡിസ് വാഷറാവാം. കൊള്ളാം, അടിപൊളി, നല്ല രസമാണ്. ഓക്കെ, നൈസ്. അപ്പോൾ ഓക്കെ, സ്പോൺസർഡ് ബൈ യൂട്യൂബ് ആണെങ്കിൽ പൊളിയാണ്. അയ്യോ പിന്നെ ഇപ്പൊ നൈറ്റ് ഫുഡ് അങ്ങനെ കഴിക്കാത്തതുകൊണ്ട് ഇന്നലെ കുറച്ച് വലിച്ച് കഴിച്ചോണ്ട് അതുകൊണ്ടാണ് വോമിറ്റ് വന്നത്. നിനക്ക്? അതെ അതെ. പിന്നെ എനിക്ക് ആണല്ലേ? അല്ല, പിന്നെ ഉറക്കം ഒരു ഫാക്ടറാണ്. ഉറക്കം ഇല്ലെങ്കിൽ പിന്നെ അതെ. അപ്പം കാണാം. ഇന്നും ക്ലാസ്സിന് പോവാണ് കുട്ടികൾ. നല്ല കുട്ടിയായിട്ട് ഇരിക്കണം കേട്ടോ. ചീത്തൊന്നും പറപ്പിക്കല് തന്നെയല്ലേ? കൊള്ളാം.
പുതിയൊരു ട്രാക്കിലേക്ക് പോവുകയാണ് കൂട്ടുകാരെ. അല്ലേ കൂട്ടുകാരെ? സ്കൂളിലും കോളേജിലും പോലെ ഇങ്ങനെ പഠിച്ചിട്ടില്ല. നോട്ടൊക്കെ കറക്റ്റ് ആയിട്ട് എഴുതി ഒരെണ്ണം പോലെ മിസ്സാവാതെ. കൂടെ ഉള്ള ചേച്ചിമാരൊക്കെ ഇതെന്ത് ഫുൾ പഠിത്തമൊന്നുമില്ലേ? ആരും ചോദിച്ചത് ഇത്ര പഠിച്ചതൊക്കെ. ഓക്കെ, അപ്പൊ കാണാം. അപ്പൊ കാണാം. ഫുഡ് അടിക്കാം. ബ്രേക്ക്ഫാസ്റ്റ്